പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റിയും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. ഈ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് അരി അരയ്ക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മൾ തേങ്ങയും ചേർക്കുന്നില്ല, ഈസ്റ്റും ചേർത്ത് കൊടുക്കുന്നില്ല. എന്നാലും നല്ല ടേസ്റ്റിയും സോഫ്റ്റുമായിട്ടുള്ള പാലപ്പം നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഒന്ന് കണ്ടു നോക്കിയാലോ. 1 ഗ്ലാസ് അരിപ്പൊടിയാണ് അതിന് വേണ്ടിയിട്ട് എടുത്തേക്കുന്നത്. അതേ സെയിം ഗ്ലാസ്സിൽ 1/2 ഗ്ലാസ് അളവിൽ ചോറും കൂടെ എടുത്തിട്ടുണ്ട്. വെള്ള ചോറുണ്ടല്ലോ, അതാണ് എടുത്തേക്കുന്നത്. മട്ട റൈസിൻ്റെ ചോറാണെങ്കിലും കുഴപ്പമില്ല. ഈസ്റ്റ് ചേർക്കാതെയാണല്ലോ നമ്മൾ ഈ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈസ്റ്റിന് പകരം ചേർത്ത് കൊടുക്കുന്നത് പുളിപ്പാണ്. ലാസ്റ്റ് അരച്ച മാവിൽ നിന്ന് ഒരു 2 ടേബിൾ സ്പൂൺ അളവിൽ മാവ് ഞാൻ മാറ്റി വെച്ചിരുന്നു, ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരിക്കുമായിരുന്നു. അതാണ് നമ്മൾ ഈസ്റ്റിന് പകരം ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇവിടെ നമ്മൾ തേങ്ങയും ചേർത്ത് കൊടുക്കാതെയാണല്ലോ ഈ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത്. അതിനു പകരം 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി ഇവയെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ട് നമുക്ക് ഫൈനായിട്ട് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്ത് അരച്ചെടുക്കേണ്ടതുണ്ട്. ഒട്ടും തന്നെ തരിയില്ലാതെ തന്നെ അരച്ചെടുക്കണം. പാലപ്പത്തിന് അരയ്ക്കുക എന്ന് പറയുമ്പോൾ നല്ല നൈസായിട്ട് തന്നെ അരച്ചെടുക്കേണ്ടതുണ്ട്. മിക്സ് ചെയ്ത് വെച്ചിരുന്ന പൊടിയെല്ലാം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഞാനിവിടെ ചേർത്ത് കൊടുത്ത അരിപ്പൊടി എന്ന് പറയുന്നത് നമ്മൾ നൂൽപുട്ടും അതുപോലെ തന്നെ പത്തിരിയൊക്കെ തയ്യാറാക്കി എടുക്കാനായിട്ട് ഉപയോഗിക്കുന്ന ആ നൈസായിട്ടുള്ള പൊടി തന്നെയാണ് ഈ പാലപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് എടുത്തേക്കുന്നത്. ഇവയെല്ലാം നല്ലതുപോലെ ഒന്ന് യോജിപ്പിച്ചിട്ട് നമുക്കൊരു 8 മണിക്കൂറെങ്കിലും ഇതൊന്ന് പുളിച്ച് വരുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് ചിലപ്പം ഇത് പുളിക്കുന്നതിനുള്ള സമയത്തിന് വ്യത്യാസം വരും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നിങ്ങൾ നോക്കിയിട്ട് തന്നെ ചെയ്യേണ്ടതാണ്. ഈ പാലപ്പത്തിനൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു വെജിറ്റബിൾ കറിയും കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നുണ്ട്. ഈ കറി നമുക്ക് ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഒരു കുക്കർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി കറിയാണ്. കണ്ടു നോക്കിയാലോ. 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഞാൻ കുക്കറിലോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. മീഡിയം വലുപ്പമുള്ള 2 സവോളയും അതുപോലെ തന്നെ എരിവിന് വേണ്ടിയിട്ട് ഒരു 3 പച്ചമുളക് അരിഞ്ഞും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ പീസ് ഇഞ്ചി ചതച്ചുകൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അതോടൊപ്പം തന്നെ കുറച്ച് കറി ലീഫും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുക്കറിലാകുമ്പോൾ അധികം അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കൊരു വിസിലടിച്ചാൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ ചെറിയ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഉള്ളി ഒന്ന് ചെറുതായിട്ട് വാടി വന്നപ്പോഴത്തേക്കിന് മീഡിയം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങും അരിഞ്ഞതൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് ഈ അപ്പത്തിൻ്റെ കൂടെ മുട്ടക്കറിയും ചിക്കൻ സ്റ്റൂവും ഒക്കെ സെർവ് ചെയ്യാവുന്നതാണ്. നോയമ്പായതുകൊണ്ട് ഞാൻ ഈ കിഴങ്ങ് കറിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കാലത്ത് നമുക്ക് ഇതുപോലെയുള്ള അപ്പമൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കിഴങ്ങ് കറിയാണ്. ഇത് നിങ്ങൾ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാനും പറ്റും. പൊട്ടറ്റോ സ്റ്റൂ പോലെയാണ് ഇത് കറി തയ്യാറാക്കി എടുക്കുന്നത്. അതുകൊണ്ട് ഒരു നുള്ള് മഞ്ഞൾപ്പൊടി മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. പൊടികളായിട്ട് പിന്നെ ചേർത്ത് കൊടുക്കുന്നത് 1.5 ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിയുമാണ്. പൊടികളുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം ആവശ്യമായിട്ടുള്ള വെള്ളം കൂടെ വെച്ച് കൊടുത്ത് ഒരു വിസിൽ അടുപ്പിച്ച് വേവിച്ചാൽ മതി. പൊട്ടറ്റോയൊക്കെ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ വെന്തങ്ങ് ഉടഞ്ഞു പോകേണ്ട ആവശ്യമില്ല. അപ്പോൾ ഒറ്റ വിസിൽ അടുപ്പിച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഒരു വിസിൽ അടുപ്പിച്ച ശേഷം ഞാൻ ഓഫ് ചെയ്ത് വെച്ചു. അതിൻ്റെ പ്രഷറൊക്കെ പോയ ശേഷമാണ് തുറന്നെടുത്തേക്കുന്നത്. കിഴങ്ങൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. 1-2 കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചും കൂടെ കൊടുക്കാം കറിക്കൊരു കൊഴുപ്പിന് വേണ്ടിയിട്ട്. എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു പൊട്ടറ്റോ കറി ആയതുകൊണ്ട് ഞാനിവിടെ തേങ്ങാപ്പാലൊന്നും പിഴിഞ്ഞെടുത്തിട്ടില്ല. അതിന് പകരം കോക്കനട്ട് മിൽക്ക് പൗഡറാണ് ചൂടുവെള്ളത്തിൽ കലക്കി ചേർത്ത് കൊടുക്കുന്നത്. 1/4 കപ്പ് ചൂടുവെള്ളത്തിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അളവിൽ കോക്കനട്ട് മിൽക്ക് പൗഡറൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇവയൊന്ന് മിക്സ് ചെയ്ത് ആ ഒരു കൂട്ടാണ് നമ്മൾ ഇനി ഈ കറിക്കകത്തോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇവയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ ഉപ്പ് ഇച്ചിരി കുറവുണ്ടായിരുന്നു. ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചും കൂടെ ചേർക്കണം. 1 ടീസ്പൂണ് വെളിച്ചെണ്ണയിലോട്ട് ഒരു 1/4 ടീസ്പൂണ് കടുകിട്ട് പൊട്ടിച്ചെടുത്തു. ഒരു 2 കഷ്ണം ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞതും കുറച്ച് കറി ലീഫും കൂടെ മൂപ്പിച്ച കൂട്ടാണ് ഈ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. താളിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ആ ഒരു പോർഷൻ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് ഇവിടെ. ടേസ്റ്റി ആയിട്ടുള്ള കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് അപ്പത്തിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കൊപ്പം ആണെങ്കിലും പൂരിക്കൊപ്പം ആണെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റ് തന്നെയാണ്. പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നത് കൊണ്ട് ടേസ്റ്റിനൊന്നും ഒട്ടും കുറവൊന്നുമില്ല. മാവൊക്കെ നമ്മൾ അരച്ചു വെച്ചിട്ട് ഏകദേശം ഒരു 8 മണിക്കൂറോളം ആയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പുളിച്ചും വന്നിട്ടുണ്ട്. ഇനി ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്.
മാവ് അരച്ച സമയത്ത് നമ്മൾ 1 ടേബിൾ സ്പൂൺ അളവിൽ പഞ്ചസാര ചേർത്ത് കൊടുത്തിരുന്നു. ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പഞ്ചസാര നിങ്ങൾക്ക് വേണ്ടാന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗം ഒഴിവാക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ പഞ്ചസാര ചേർത്ത് കൊടുക്കുമ്പോൾ അപ്പമൊക്കെ ചുറ്റിച്ചെടുക്കുന്ന സമയത്ത് അരികൊക്കെ നല്ല രീതിയിൽ തന്നെ മൊരിഞ്ഞ് വരും. അതിന് വേണ്ടിയിട്ടാണ് ചേർത്ത് കൊടുത്തേക്കുന്നത്. മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ദോശമാവിനേക്കാട്ടി കുറച്ചും കൂടെ ലൂസ് ആയിരിക്കണം, എന്നാലേ നമുക്ക് ചുറ്റിച്ചെടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. നമ്മളിപ്പോൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ലൂസൊക്കെ നോക്കിയിട്ട് ആവശ്യമെന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് ലൂസാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് എങ്ങനെയാണ് പാലപ്പം ഉണ്ടാക്കുന്നത് നോക്കിയാലോ. ഇരുമ്പിൻ്റെ പാലപ്പച്ചട്ടി ആയതുകൊണ്ട് ലേശം എണ്ണയൊക്കെ ഒന്ന് തടവി കൊടുത്തിട്ട് നമുക്ക് എത്രത്തോളം മാവാണ് ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്നത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ ഒരു തവിയും പിന്നെ ഒരു ലേശം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഈ ഒരു രീതിയിൽ ചുറ്റിച്ചെടുക്കുകയാണ്. ചുറ്റിച്ചെടുത്തിട്ട് ഈ ഒരു രീതിയിൽ ഹോൾസൊക്കെ വരുമ്പോഴത്തേക്കിനും നമുക്ക് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. നമ്മളിങ്ങനെ അടച്ചു വെച്ചിട്ടാണല്ലോ പാലപ്പം തയ്യാറാക്കി എടുക്കുന്നത്. പാലപ്പം ഇവിടെ കറക്റ്റായിട്ട് റെഡിയായി കിട്ടിയിട്ടുണ്ട്. ചട്ടുകത്തിൻ്റെ ഒരു സൈഡ് കൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് ഇളക്കുമ്പോൾ തന്നെ ഇളകി വരും. പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറന്നു പോകല്ല്. നിങ്ങൾ ഇതുവരെയും തന്ന സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട്. തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയുകയുള്ളൂ. ക്രിസ്മസ് ഒക്കെ വരാറായല്ലോ. ഈ ഒരു റെസിപ്പി നിങ്ങളൊന്ന് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. ഇവിടെ നമ്മൾ തേങ്ങ ചേർക്കേണ്ട ആവശ്യമില്ല. ചോറിന് പകരം നമുക്ക് വെളുത്ത അവലുണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും ഈസി ആയിട്ട് ഈ പാലപ്പം തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഈസ്റ്റ് ചേർത്തിട്ടുള്ള അപ്പമൊക്കെ കഴിക്കുമ്പോൾ ചിലർക്ക് വയറിന് ഭയങ്കര ബുദ്ധിമുട്ടും അസ്വസ്ഥതയൊക്കെയാണല്ലോ. എന്നാൽ ഇങ്ങനെയൊന്ന് തയ്യാറാക്കി നോക്കൂ. ലേശം പുളിപ്പ് ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല സോഫ്റ്റും ടേസ്റ്റിയും ആയിട്ടുള്ള അപ്പം തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുപോലെ തന്നെ നമുക്ക് വെള്ളയപ്പം ആണെങ്കിലും തയ്യാറാക്കി എടുക്കാം. അരച്ചു വെച്ചിരുന്ന മാവെല്ലാം ഞാൻ പാലപ്പം തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ തേങ്ങ ഇല്ലെങ്കിലും വിഷമിക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലോ തേങ്ങയോ ഒന്നും ഇല്ലെങ്കിലും നമുക്ക് ഈസി ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പാലപ്പം തയ്യാറാക്കി എടുക്കാം. അരികൊക്കെ നല്ല രീതിയിൽ മൊരിഞ്ഞിട്ടുള്ള പാലപ്പമാണ് തയ്യാറാക്കിയെടുക്കുന്നത്. ഈ ഒരു അപ്പത്തിൻ്റെ മാവ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കാലത്ത് അരച്ചാണെങ്കിലും തയ്യാറാക്കിയെടുക്കാം. അങ്ങനെ അരയ്ക്കുമ്പോൾ ചെറിയ ചൂടുവെള്ളത്തിൽ നമ്മൾ അരച്ച് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിച്ച് കിട്ടുകയും ചെയ്യും. ഇൻസ്റ്റൻ്റായിട്ട് വേണമെങ്കിലും തയ്യാറാക്കിയെടുക്കാം. ഞാനെടുത്ത 1 ഗ്ലാസ് അരിപ്പൊടിക്ക് ഏകദേശം ഒരു 15 പീസോളം പാലപ്പം ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ നമ്മൾ തയ്യാറാക്കിയ ആ വെജിറ്റബിൾ കറിയും കൂടെ ഒന്ന് ചേർത്ത് കഴിച്ചു നോക്കിക്കുക. നല്ല കിടു കോമ്പിനേഷൻ തന്നെയാണ്. ഒരു ഗസ്റ്റൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പൊട്ടറ്റോ സ്റ്റൂ ആണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഈ അപ്പം നല്ല കിടു കോമ്പിനേഷനാണ്. മക്കൾക്കൊക്കെ ആണെങ്കിലും ടിഫിൻ ബോക്സിൽ കൊടുത്തു വിടാനായിട്ട് പറ്റിയ ഒരു റെസിപ്പി തന്നെയാണ് നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഈ പൊട്ടറ്റോയുടെ കറി ഇരിക്കും തോറും കുറച്ചും കൂടെ കുറുകി വരും. ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് സെർവ് ചെയ്ത് കാണിച്ചു തരാം. നമുക്ക് അപ്പമാണെങ്കിലും കട്ട് ചെയ്യാൻ 2 വിരലും മതി. അത്രയ്ക്ക് സോഫ്റ്റായിട്ടുള്ള അപ്പമാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്രിസ്മസിനൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും കൂടെ മറന്നു പോകല്ലേ. അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.